ഈ വീഡിയോ കുറച്ച് നോയ്സ് ഉണ്ട്, അത് നിങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഐ എം യുവർ ന്യൂ എഡിറ്റിംഗ് ഓജി, എഡിറ്റ് വിത്ത് യൂട്സോ. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. സോ ഗൈസ്, ഞങ്ങൾ ഈ സോങ് എൻ്റെ വീഡിയോ എക്സ്ട്രാക്റ്റ് ചെയ്ത്, പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന എല്ലാ ക്ലിപ്പും ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് തരാം. സോ നമ്മൾക്ക് ഇപ്പോൾ ബീറ്റ് മാർക്കിനനുസരിച്ച് ഈ ക്ലിപ്സ് വെക്കണം. ഇനി ആർക്കെങ്കിലും ബീറ്റ് മാർക്ക് എങ്ങനെ വെക്കേണ്ട അറിയില്ലെങ്കിൽ ഞാൻ ലെഫ്റ്റിലോ റൈറ്റിലോ കാണിച്ചു തരാം. നിങ്ങളെ ഓഡിയോ കയറി ബീറ്റ്സ് ഓട്ടോ ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പീപ്പപ്പ് ആനിമേഷൻ കൊടുക്കണം. അതായത് ഈ പെണ്ണ് ഇവിടുന്ന് ട്രൂ എന്ന് വെച്ചിട്ടുണ്ടാകുമ്പോൾ നമുക്ക് അവിടുന്ന് ഈ BMW ഇത് വരണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാം. ദെൻ മേക്ക് ഇറ്റ് ഈസ് ആസ് ഓവറല്ല, എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ഈ 2 ബീറ്റിൽ വെക്കുക, കട്ട് ചെയ്യുക, ബാക്കി എക്സ്റ്റൻഷൻ പാർട്ട് ഡിലീറ്റ് ചെയ്യാം. ഈ BMW മാത്രം മതി അതിൽ. സോ നമുക്ക് ഇതിൻ്റെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കയറി റിമൂവ് അടിച്ചാൽ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെയാണല്ലോ, ഇതിങ്ങനെ തന്നെ കൊടുക്കുക. കുറച്ച് നീക്കി 1 സെക്കൻഡത്തേക്ക് മാറ്റി വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ എൻഡിൽ കീ ഫ്രെയിം ഇടുക, അതുപോലെ തന്നെ മുകളിലും സ്റ്റാർട്ടിലും കീ ഫ്രെയിം ഇടുക. ഇതിനനുസരിച്ചിട്ട് എപ്പോഴും കീ ഫ്രെയിം ഇടുക. എന്നിട്ട് ലാസ്റ്റത്തെ കീ ഫ്രെയിം പോയി സെറ്റ് കയറും. ഓക്കെ, എന്നിട്ട് അത് 0 ആക്കി കൊടുക്കുക. ഇത് ചെറുതാക്കുക, അതായത് ഇച്ചിരി ചെറുതാക്കിയിട്ട് കൂടെ നമ്മൾ ഇതിനൊരു ബേസിക് കയറി -10 ഡിഗ്രി റൊട്ടേഷനും കൊടുക്കുക. ഓക്കെ, ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് മോളോട്ട് അയക്കുക. ഓക്കെ, ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ആനിമേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ ആനിമേഷൻ സോ നമ്മൾ റിവേഴ്സ് എഡിറ്റ് ചെയ്യാനുള്ള പരിപാടി. സോ വി ഹാവ് ടു ഈ വീഡിയോ എടുക്കുക, സ്പീഡ് കയറി കർവിൽ കയറിയിട്ട് എഡിറ്റ് കയറിയിട്ട് ഈ നടുവിലുള്ള ഡോട്ട് ഉണ്ട്, അത് ഞാൻ ക്യാൻസൽ ഔട്ട് ആയിപ്പോയതാണ്, കളഞ്ഞിട്ട് ഇത് 3x കൃത്യം 3x തന്നെ വേണം. ഓക്കെ, ഇത് 3x ഉണ്ടാവും, അത് കറക്റ്റ് ഏകദേശം ഈ ബീറ്റിന്റെ ഹാഫ് തക്ക്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ബീറ്റിന്റെ ഫുൾ എത്തും. ഓക്കെ, റിവേഴ്സ് ദ ക്ലിപ്പ്. ഈ സ്പീഡ് കയറി ഇപ്പൊ നമ്മൾ ചെയ്ത രീതി അത് നേരെ ഉൾട്ടി ആയിക്കളാം, അതായത് തല തിരിച്ച് വെക്കുക. സോ 3x ആക്കിണ്ട്. സോ നമുക്ക് ഇതുപോലെ റിവേഴ്സുമായി ഇവിടെ തന്നെ ലൈക്ക് ദിസ് ആണ് ഇപ്പോൾ. സോ നിങ്ങളിപ്പോൾ കാണും, ഇത് ജസ്റ്റ് റിവേഴ്സ് മാത്രമേ, ഇതുപോലെ തന്നെ, അതായത് ഇതേ റിവേഴ്സ് ചെയ്തോ നമുക്ക് ഇതൊക്കെ റിവേഴ്സ് ചെയ്യണം. സോ ഇത് റിവേഴ്സ് ചെയ്തിട്ട് ഇനി ബാക്കി നോക്കാം. സോ ഗൈസ്, നമ്മൾ ആനിമേഷൻ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സോ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ആനിമേഷൻ ആണ് വരുന്നത്. ദിസ് ഈസ് ദ ആനിമേഷൻ. നമുക്ക് ഇവിടെ കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. സോ സ്റ്റാർട്ട് ആൻഡ് എൻഡിൽ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ പോയിട്ട് we have to go to basic scale to നമുക്ക് 1:30 മുതൽ വെക്കുക. പൊസിഷൻ BMW നമുക്ക് അത്യാവശ്യം സെൻറ്റർ ആയിട്ട് തോന്നുന്ന, ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ് എന്ന് പറയുന്നത്, ഗ്രാഫ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് ദിസ് ആണ്. സോറി, ലൈക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. സോ കൂടെ തന്നെ ഫസ്റ്റ് പോയിട്ട് ബേസിക് തന്നെ പോയിട്ട് റൊട്ടേറ്റ് കയറിയിട്ട് -6 അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, സോ -6. ഇപ്പൊ ഇതാ, ഇനി നമുക്ക് ഈ ലാസ്റ്റ് ക്ലിപ്പിൽ ഇപ്പൊ ചെയ്തത് തന്നെ ചെയ്തെടുക്കാം. -6 സ്കെയിൽ 130 പൊസിഷൻ 100 കൊടുക്കുക. ഓക്കെ, ഗ്രാഫ് കയറി ഇതിലെ ഗ്രാഫ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ്
ഫസ്റ്റ് ക്ലിപ്പിൽ നമ്മൾ ഈ അറ്റത്താണെങ്കിൽ, അതായത് ഫസ്റ്റ് ക്ലിപ്പ് ഇവിടെ ആയാലും ഇവിടെ ആയാലും, ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത് വെച്ചാൽ അടുത്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നിൽക്കും. അതെങ്കിൽ ഇത് ഇവിടെ. ഇതെങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ നിങ്ങൾ കാണിച്ചു. ഇനി സെക്കൻഡത്തെ ഉദാഹരണം. കൊടുക്കുന്നു. ഇനി ഇവിടുത്തെ ഗ്രാഫ് കയറുന്നു എന്നുള്ള അതേ പരിപാടി. പിന്നെ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. അതായത് സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ടോ. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ക്ലിപ്പിലും, സോ ഈ ഫസ്റ്റ് എണ്ണത്തിൽ ഞാൻ കാണിച്ചു തന്ന പോലെ ഇതിലൊക്കെ ആഡ് ചെയ്യാം. സോ ഞാൻ ആ ഫുൾ ആനിമേഷൻ. സോ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിൽ എഫക്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ വീഡിയോ എഫക്റ്റ് പോകുന്നു. ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുന്നത് ഈ ബീറ്റിൽ തൊട്ട് ഈ ബീറ്റ് വരെ വെക്കണം. ഓക്കെ, ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇത് കൃത്യം ഈ സ്പ്ലിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ട്രാക്ക് ലെങ്ത് ഒബ്ജക്റ്റ് ഓൾ വീഡിയോ ദെൻ ഇത് കണ്ടോ, ഇവിടെ കാണാൻ നമുക്ക് ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്, ഇവിടെ കുറവാണ്. സോ ചെയ്യേണ്ട പെണ്ണിനാ ഇത് ഇച്ചിരി ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തേക്കാം. ആദ്യം ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിൽ ഇവിടെ 100%, ഇത് 100%, ഇവിടെ എല്ലാം നമ്മൾ 0 കൊടുക്കാം. ലാസ്റ്റത്തെ ഇതും അതുപോലെ തന്നെ 0 കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. പറയാൻ മറക്കത്തില്ല. റിപ്ലേസ് ഒബ്ജക്റ്റ് പോയിട്ട് നമ്മൾ ബാഡ് ടി വിന്ന് സെർച്ച് അടിക്കുക. ഓക്കെ, ബാഡ് ടി വി ഇതെടുക്കുക. ഇത് അഡ്ജസ്റ്റ് ഒന്നും നിങ്ങൾ ചെയ്യണ്ട, ഇതെടുക്കുക. ദെൻ സാധനത്തിൻ്റെ ഹാഫ് തെക്ക്. ഓക്കെ, ഇതിൻ്റെ ഹാഫ് തെക്ക് വയ്ക്കുക. അതായത് ഈ ഷെയ്ക്കിൻ്റെ ഹാഫ് ആക്കാം. ഇപ്പോൾ ഇതാ വീഡിയോ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇപ്പോൾ വീഡിയോ ഇങ്ങനെ ചെയ്യും. ഇത് 5 times ഡ്യൂപ്ലിക്കേറ്റ്. 4, 5 ഇറ്റ് ബി ലൈക്ക് ദിസ്. സോ ഇത് നമ്മൾ ഹാർട്ട് ബീറ്റ് വരുന്ന സ്റ്റെപ്പ്. അതായത് ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ നമ്മളെ വീഡിയോകൾ ഇങ്ങനെയാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ. ഇനി നമുക്ക് ചെയ്യാനുള്ള എഫക്ട്സ് മാറ്റുക. ഈ നമ്മളെ ഈ ഒരു ട്രാൻസിഷൻ പോയിന്റിൽ അവിടെ ഓവർലേ കൊടുക്കുക. ആഡ് ഓവർലേ കയറി ഫോട്ടോസിൽ കയറിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ദിസ് ആവും. ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ ഇത് 0.3 സെക്കൻഡത്തേക്ക് ലെങ്ത്ത് വെച്ചിട്ട് ഈ ഫുൾ സ്ക്രീൻ ആക്കുക. ദെൻ ഒരു കീ ഫ്രെയിം ഹിയർ ആൻഡ് കീ ഫ്രെയിം ഹിയർ. ഇതിൻ്റെ സ്പൈസ് കയറിയിട്ട് ഡാർക്കൺ കൊടുക്കുക. ഓക്കെ, മിസ്റ്റേക്ക് ബ്രോ, ഇതിങ്ങനെ ഇരിക്കേണ്ട. എന്നിട്ട് അതായത് സ്റ്റാർട്ടിലല്ല എൻഡിലായിരുന്നു. അതായത് ഒപ്പാസിറ്റി കയറിയിട്ട് ഇത് 0 ഇത് 100 കൊടുക്കണം. ഓക്കെ, so you see it. Made
Simplify edit with Wixo.